ഹലോ ഗൂട്ടൻ ടാക്. നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദസ് എന്ന് വെച്ച ഒരു കണക്ടോറാണ്. അത് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്ടോറാണ്. നമുക്ക് വളരെയധികം യൂസ് വരുന്ന ഒരു കണക്ടോറാണ് ദസ് എന്ന് പറയുന്നത്. ദസിൻ്റെ മീനിങ് തന്നെ ദാറ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ദസ് കണക്ടോർ യൂസ് ചെയ്യണമെന്നും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ദസ് കണക്ടോർ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഈ ദസിൻ്റെ മീനിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ആണ് മീനിങ്. ഈ ദസ് കണക്ടോറിൻ്റെ സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് പ്ലസ് കോമ, അതുകഴിഞ്ഞിട്ട് ദസ്, പിന്നെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. അതായത് രണ്ടാമത്തെ സെന്റൻസ് എഴുതുമ്പോൾ വെർബ് അമ്മൻഡിൽ എഴുതണം. ഈ ദസ് എന്ന് പറഞ്ഞ കണക്ടോർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വൈയിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ അമ്മൻഡിലേക്ക് പോകണം. ഈ ദസ് എന്ന് പറഞ്ഞ കണക്ടോർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ്. അതായത് നമുക്കുള്ള എന്തെങ്കിലും റിപ്പോർട്ടഡ് സ്പീച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ തോട്ട്സ്, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണം, ദസ് എന്ന് പറഞ്ഞ കണക്ടോർ യൂസ് ചെയ്യണം. അത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. അതായത് എർ സാക്ട് ദസ് എർ മ്യൂഡെ ഇസ്റ്റ്. ഈ സെന്റൻസിന്റെ മീനിങ് എന്താ പറയുന്നത്? ഹി സേസ് ദാറ്റ് ഹി ഈസ് ടയേർഡ്. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ഒരു സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ ഹി സേസ് എന്ന് പറഞ്ഞത് എർസ് ആക്ട്. ഈ എർസ് ആക്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓമ ഇട്ടിട്ട് ദസ് എന്ന് പറഞ്ഞ കണക്ടോർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെന്റൻസിൽ നോക്കി ഇവിടെ വെർബ് അമ്മൻഡിലാണ് വെർബ് തന്നെ. ഇതേപോലെ തന്നെ ആയിരിക്കുള്ളൂ ദസ് കണക്ടോർ ഇടുന്ന എല്ലാ സെന്റൻസിനും വരാം. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ തന്നെ എർ സാക്ട് ദസ് എർ മ്യൂഡെ ഇസ്റ്റ്. ഇത് നമ്മൾ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്ത സെന്റൻസ് നോക്കിയേ, ഇഷ് ഗ്ലൗബെ ദസ് ദീസസ് ബുക്ക് സെർ ഇൻട്രസന്റ് ഇസ്റ്റ്. ഇവിടെ നമ്മുടെ ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു തോട്ട് പറയാനാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തേക്കണത്. ഇവിടെ നോക്കിയാൽ ഇഷ് ഗ്ലൗബെ, അതായത് ഇഷ് ഗ്ലൗബെ എന്ന് പറഞ്ഞാൽ ഐ ബിലീവ്, അതായത് ഐ ബിലീവ്. അതുകൊണ്ട് ദാറ്റിന് വരെ ദസ് ഐ ബിലീവ് ദാറ്റ് ദീസസ് ബുക്ക് സെർ ഇൻട്രസന്റ് ഇസ്റ്റ്. ഇവിടെ നോക്കിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സെന്റൻസിൽ അതായത് നേബൻ സാറ്റ്സിൽ വെർബ് അമ്മൻഡിലാണ് പോയേക്കണത്. ഇതുപോലെ തന്നെ ഇരിക്കും എല്ലാ സെന്റൻസിലും ദസ് യൂസ് ചെയ്യണ എല്ലാ സെന്റൻസിലും വരാം. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ, വിയർ ഹോഫൻ ദസ് ദസ് വെറ്റർ മോർഗൻ ബെസർ വിർഡ്. അതായത് വി ഹോപ്പ് ദാറ്റ് വെദർ വിൽ ബി ബെറ്റർ ടുമോറോ. അതാണെന്ത് അതിന്റെ മീനിങ് തന്നെ. അതുപോലെ തന്നെ ഈ ദസ് കണക്ടോർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ സെന്റൻസിൽ നമ്മൾ വെർബും ഈ സെക്കൻഡ് പൊസിഷനിൽ തന്നെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. പിന്നെ ഈ ദസ് കണക്ടോർ യൂസ് ചെയ്യണ മിക്ക സെന്റൻസിലും നമ്മുടെ ഫസ്റ്റത്തെ സെന്റൻസിൽ അങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ടാവാറില്ല. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ചെയ്യണം. ഇവിടെ നമ്മളൊരു ബിലീഫ് എക്സ്പ്രസ് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ ഒരു തോട്ട് എക്സ്പെക്ട് ചെയ്യുന്നു, അതായത് ഒരു എക്സ്പെക്ടേഷൻ എഴുതുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഐ ബിലീവ് ദാറ്റ് അല്ലെങ്കിൽ ഇഷ് ഗ്ലൗബെ ദസ് എർസാക്ട് ദസ് എന്നാണ് ഫസ്റ്റ് ഒരു സബ്ജക്റ്റ്, വെർബ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ദസ് കണക്ടോർ വരും. കൂടുതൽ കേസസിലും ഇതേപോലെ തന്നെയാണ് വരാറ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെന്റൻസിൽ വെർബ് അമ്മൻഡിൽ പോയിട്ട് എഴുതുന്നു. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഷ് ഡെങ്കെ ദസ് സി ഷോൺ ഇസ്റ്റ്. അതായത് ഐ തിങ്ക് ദാറ്റ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മുടെ ഒരു തോട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ കണക്ടോർ നമുക്ക് A1 A2 മാത്രമല്ല നമുക്ക് B1 B2 ലെവലിലും നമുക്ക് കുറെ കാര്യങ്ങളിൽ യൂസ് വരും. അതായത് നമുക്ക് നോർമലി ഒരു ടോക്ക് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു തേമ പറയുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് വരുന്ന ഒരു കണക്ടോറാണ് ദസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബ് അമ്മൻഡിലായിരിക്കും പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദസ് കണക്ടോറാണ്. അപ്പോൾ ഈ ദസ് കണക്ടോർ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല യൂസ് വരുന്ന ഒരു കണക്ടോറാണ് ദസ്. ഇതെന്നാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനാണ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആയാലും തോട്ട്സ് ആയാലും ബിലീഫ്സ് ആയാലും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഈ ദസ് കണക്ടോർ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കണ്ടിട്ട് അത് പഠിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സാമ്പിൾസ്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ചധികം എക്സാമ്പിൾസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എക്സാമ്പിൾസ് നിങ്ങളെ കൊണ്ട് എത്ര എക്സാമ്പിൾസ് എഴുതാൻ പറ്റുമോ അങ്ങനെ എക്സാമ്പിൾസ് എഴുതി പഠിക്കുക. അപ്പൊ നമുക്ക് ആ കണക്ടേഴ്സ് ആയാലും ഏത് ഗ്രാമാറ്റിക് പോർഷൻ ആയാലും നമ്മൾ പിന്നെ മറക്കൂല അങ്ങനെ എക്സാമ്പിൾസ് എഴുതി പഠിച്ചാല്. അപ്പോൾ ഇതുപോലുള്ള ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സിന്റെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.